ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പുതിയൊരു ലെസൺ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റേജസ് ഇൻ ദ ഇവല്യൂഷൻ ഓഫ് ബിസിനസ്. ഇത് നമ്മൾ ഓൾറെഡി ഈ സ്റ്റേജസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാന്നുള്ളത് ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് മാത്രമാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് കുഞ്ഞൊരു ചാപ്റ്റർ ആണ്. സോ സ്റ്റേജസ് ഇൻ ദ ഇവല്യൂഷൻ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഈ കാലഘട്ടങ്ങളിൽ ഏതൊക്കെ വഴിയിലൂടെ കടന്നു വന്നു, എന്നിട്ട് ഇപ്പൊ എവിടെ എത്തി നിർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ടൈപ്പ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ലോക്കൽ ബിസിനസ് ആണ്. ലോക്കൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ നാട്ടിൻപുറത്തോ അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തോ ഒക്കെ കാണുന്ന ചെറിയ പലചരക്ക് കട അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഇല്ലേ, അതാണ് ലോക്കൽ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു സ്പെസിഫിക് ലോക്കൽ ഏരിയയിൽ ഫങ്ഷൻ ചെയ്യുന്ന ബിസിനസ്സിനെയാണ് ലോക്കൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ അത് അവിടെ അടുത്തുള്ള ആൾക്കാരെ മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, അവർക്ക് മാത്രമേ പ്രൊഡക്ട്സ് കൊടുക്കുന്നുള്ളൂ, അവരുടെ ചെറിയ നീഡ്സ് ആൻഡ് വോൺസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോക്കൽ ബിസിനസ് നിലകൊള്ളുന്നത്. അപ്പൊ അവിടെ ജോഗ്രഫിക്കൽ റീച്ച് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും, സ്മോൾ സ്കെയിൽ ഓപ്പറേഷൻസ് ആയിരിക്കും, അതുപോലെ തന്നെ അവർ കമ്മ്യൂണിറ്റി ആയിട്ട് വളരെ ക്ലോസ് ആയിരിക്കും. നമുക്കിപ്പോൾ വീടിന് അടുത്തുള്ള ഒരു കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതും നമ്മളിപ്പോൾ ഒരു ലുലു മാളിൽ പോയിട്ട് വാങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? ചിലപ്പോൾ സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷെ ലുലുവിൽ നമ്മൾ വാങ്ങുന്ന ആ കടക്കാരെയോ ആൾക്കാരെയോ ഒന്നും നമുക്ക് ഡയറക്റ്റ് അറിയില്ല. പക്ഷെ നമ്മുടെ വീടിന് അടുത്തുള്ള കടക്കാരനെ അല്ലെങ്കിൽ ആ കടയിൽ നിൽക്കുന്ന ചേച്ചീനെയൊക്കെ നമുക്ക് ഡയറക്റ്റ് അറിയും, ഇല്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അവിടെ ഒരു ലോക്കൽ കണക്ഷൻ ഉണ്ട് ബിറ്റ്വീൻ പീപ്പിൾ. അപ്പൊ ലോക്കൽ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയാണ്. ഇപ്പൊ നമ്മളുടെ അടുത്തുള്ള തുണിക്കട, ബ്യൂട്ടി പാർലർ, ബേക്കറികള്, റെസ്റ്റോറന്റ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളാണ് ലോക്കൽ ബിസിനസ്സിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇനി അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ലോക്കൽ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഇല്ല, സോ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ലോക്കൽ ഇക്കോണമീനെ സപ്പോർട്ട് ചെയ്യുന്നു, കസ്റ്റമർ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു, അതുപോലെ തന്നെ മാനേജ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും എല്ലാത്തിനും ലോക്കൽ ബിസിനസ് എന്തായിരിക്കും? എളുപ്പമായിരിക്കും. ലോക്കൽ കൾച്ചറൽ പ്രോഡക്ട്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഉള്ള ഒരു ബിസിനസ് ആണ് ലോക്കൽ ബിസിനസ്. ലൈക്ക് നമ്മളിപ്പോൾ തേൻ വിൽക്കുന്നു, അതല്ലെങ്കിൽ മില്ലറ്റ്സ് വിൽക്കുന്നു, നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ വിൽക്കുന്നു. അപ്പൊ ലോക്കൽ പ്രൊഡക്ട്സിനെയാണ് അവിടെ. അതുപോലെ തന്നെ ക്വിക്ക് സർവീസ് ആണ്. ലൈക്ക് നമ്മൾ ഒരു കാര്യം ചോദിച്ചു, നമുക്ക് വേഗം കിട്ടുന്നു. നമ്മൾ തൃശ്ശൂര് മീൻസ് നമ്മളൊരു നാട്ടിൻപുറത്താ ജീവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തയ്ച്ച് കിട്ടുന്നതായിരിക്കും തൃശ്ശൂര് ഒരു വലിയ ഷോപ്പിൽ കൊടുക്കാനുള്ള എളുപ്പം. അപ്പൊ ആക്സസിബിലിറ്റിയും സർവീസ് ഒക്കെ ക്വിക്ക് ആയിരിക്കും. ഫ്ലെക്സിബിൾ ആണ്, നമ്മുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് വാങ്ങാനും പൈസ കൊടുക്കാനും എല്ലാ കാര്യത്തിനും നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും. അടുത്തത് റീജിയണൽ ബിസിനസ് ആണ്. അപ്പൊ ആദ്യം നമ്മളൊരു നമ്മുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു കട മാത്രമാണ് ലോക്കൽ ബിസിനസ്സിൽ കണ്ടത്. റീജിയണൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് റീജിയൻ ഉണ്ടാവും. ചിലപ്പോൾ ഒന്നോ രണ്ടോ ഡിസ്ട്രിക്റ്റിൽ ആ ബിസിനസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ നിയർ ബൈ സ്റ്റേറ്റ്സിൽ ഉണ്ടായിരിക്കും. ലൈക്ക് കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ബിസിനസ് ഫങ്ഷൻ ചെയ്യുന്നതിനെയാണ് റീജിയണൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ റീജിയണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലോക്കൽ ബിസിനസിനേക്കാളും വലുതാണ്, പക്ഷെ നാഷണൽ ബിസിനസിനേക്കാളും ചെറുതാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യ ഒട്ടാകെ ഉള്ള ഒരു ബിസിനസ് ആവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ എളുപ്പത്തിന് ടിവിയുടെ ഇപ്പോൾ നമുക്ക് ചാനലുകൾ ഉണ്ടാവുമല്ലോ, ചെറിയ CTV, അതുപോലെ മൂൺലൈറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചാനലുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കേരള വിഷൻ. അപ്പൊ അത് കുറെ സ്ഥലത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഡിസ്ട്രിക്റ്റിലല്ല, കുറെ സ്ഥലത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകളെയാണ് റീജിയണൽ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ സ്പെസിഫിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് റീജിയൻ ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. മീഡിയം സ്കെയിൽ ഓപ്പറേഷൻസ് ആയിരിക്കും, എല്ലാവർക്കും ഒരേപോലത്തെ പ്രൊഡക്റ്റ് അവർ കൊടുക്കും. പല ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരിക്കും, പല ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ കേരള വിഷൻ ആണെങ്കിൽ കേരളം മുഴുവൻ ഉണ്ട്, പക്ഷെ തൃശ്ശൂരിന് ഒരു ഡിവിഷൻ ഉണ്ടായിരിക്കും, പാലക്കാടിന് ഒരു ഡിവിഷൻ ഉണ്ടായിരിക്കും. സോ ദേ ഹാവ് അതർ ഡിവിഷൻസ് ടു. ദെൻ റീജിയണൽ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ്. അപ്പൊ അവർക്ക് മാർക്കറ്റ് ചെയ്യുന്നതും ബ്രാൻഡ് ചെയ്യുന്നതും ഒരു സ്പെസിഫിക്, ഇപ്പൊ തൃശ്ശൂർക്ക് വേണ്ടിയോ പാലക്കാടിന് വേണ്ടിയോ അല്ല, അവർ ഓൾ കേരള വേണ്ടിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതുപോലെ സൺ TV എടുക്കുകയാണെങ്കിൽ കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അപ്പൊ ഓൾ ഏരിയക്ക് വേണ്ടിയിട്ട് അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റിസോഴ്സ് അവൈലബിലിറ്റി കൂടുതലായിരിക്കും. പിന്നെ റീജിയണൽ ടേസ്റ്റ് ഒക്കെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ബിസിനസ് നടക്കുന്നുണ്ടാവുക. ഇനി അതിന്റെ ബെനിഫിറ്റ്സ്. ഇപ്പൊ ഇത്രയും പറഞ്ഞത് ഫീച്ചേഴ്സ് ആണ്, ഇനി പറയാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ആണ്. അവർക്ക് ആദ്യം ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ ആണ്. അവർ കുറച്ച് ലാർജർ സ്കെയിലിൽ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കോസ്റ്റ് അവർക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മിനിമം കോസ്റ്റ് ഓഫ് ഓപ്പറേഷനിൽ കാര്യങ്ങൾ നടക്കും. അതാണ് ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് പ്രസൻസ് അവർക്ക് അറിയിക്കാനായിട്ട് സാധിക്കും, ബിക്കോസ് എവ്രി വൺ നോ അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ ദാറ്റ് ഏരിയ. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ മാർക്കറ്റ് പ്രസൻസ് ഉണ്ടായിരിക്കും. ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും കമ്പയർഡ് ടു ലോക്കൽ ബിസിനസ്.
എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടായിരിക്കും. ഈവൻ കേരള വിഷൻ നമ്മൾ പറയുന്നു, ആ കേരള വിഷൻ നമ്മളൊരു ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ അവർക്ക് ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട്. അപ്പോൾ എംപ്ലോയ്മെന്റ് ജനറേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യന്റ് ആയിരിക്കും. കോമ്പറ്റീഷൻ കുറച്ച് കൊണ്ടുവരാനായിട്ട് അവർക്ക് അതായത് കോമ്പറ്റീഷൻ കുറച്ച് അവർക്ക് ഫേസ് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു റീജിയനിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർക്ക് വലിയ വലിയ നെറ്റ്വർക്കുകളായിട്ടൊന്നും എന്തുണ്ടാവില്ല, കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. ദെൻ കസ്റ്റമേഴ്സുമായിട്ട് കുറച്ചും കൂടി ക്ലോസ്ഡ് ആണ് കമ്പയർഡ് ടു നാഷണൽ ബിസിനസ്, പക്ഷെ ലോക്കൽ ബിസിനസിന്റെ അത്ര ക്ലോസും അല്ല. ഇനി ഇമ്പോർട്ടൻസ് ആണ്, എന്തിനാണ് റീജിയണൽ ബിസിനസിന്റെ ആവശ്യം? റീജിയണൽ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ലാർജ് സ്കെയിൽ എംപ്ലോയ്മെന്റ്, മീൻസ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണെങ്കിൽ ലാർജ് സ്കെയിൽ എംപ്ലോയ്മെന്റ് ഉണ്ടാവും. അപ്പൊ എംപ്ലോയ്മെന്റ് ജനറേഷൻ, ബാലൻസ്ഡ് ഡെവലപ്മെന്റ്, ലോക്കൽ ഇൻഡസ്ട്രീസിനെയും സപ്ലൈസിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റീജിയണൽ കണക്ടിവിറ്റി, രണ്ട് സംസ്ഥാനത്താണ് ബിസിനസ് എങ്കിൽ രണ്ട് സംസ്ഥാനം തമ്മിലുള്ള ആ കണക്ടിവിറ്റി ചെയ്ത് രണ്ടും തമ്മിൽ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്ത് പോകാനും അതുപോലെ തന്നെ രണ്ടിടത്ത് ഡിസ്ട്രിബ്യൂഷൻ നടത്താനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി റീജിയണൽ സ്ട്രാറ്റജീസ്, ഹോം ബേസ്ഡ് സ്ട്രാറ്റജി ഉണ്ട്. ലൈക്ക് ആ ഹോം സ്ഥലത്ത് മാത്രം, അല്ലെങ്കിൽ മെയിൻ ഓപ്പറേഷൻ വരുന്നത് ഹോം കൺട്രി അല്ലെങ്കിൽ ഹോം റീജിയനിൽ മാത്രമായിരിക്കും. പോർട്ട്ഫോളിയോ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്ത് അവർ വർക്ക് ചെയ്യുന്നുണ്ട്, പല റീജിയനിലുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് യൂണിറ്റ്, ഓരോ സ്ഥലത്തിനും ഓരോ ആൾക്കാരെ, അല്ലെങ്കിൽ ഓരോ ഇപ്പൊ കേരള വിഷൻ എടുക്കുകയാണെങ്കിൽ കേരളം മുഴുവൻ അവർക്ക് ഉണ്ടെങ്കിലും അവർക്ക് തൃശ്ശൂരിന് ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും, പാലക്കാടിന് ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അവര് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യും. ഹോം ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തു നിന്ന് മാത്രമാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. ഹബ് സ്ട്രാറ്റജി ഉണ്ട്. ഹബ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സെൻട്രൽ റീജിയണൽ ഹബ് ഉണ്ടായിരിക്കും. അവർ പ്രൊഡക്ഷൻ, ലോജിസ്റ്റിക് സർവീസസ് ഒക്കെ നിയർ ബൈ ഏരിയയിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു ഹബ് ഉണ്ട്, ആൻഡ് ഹബ് ഇസ് ഡീലിംഗ് എവറിത്തിങ്. ആൻഡ് പ്ലാറ്റ്ഫോം സ്ട്രാറ്റജി ഉണ്ട്. ഇവിടെ ഒരു കോമൺ ബേസ് ആണ് അവർക്ക് ഉണ്ടാവുക. ലൈക്ക് കോമൺ ഒരു പ്ലാറ്റ്ഫോം കൂടി ആയിരിക്കും അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ പ്ലാറ്റ്ഫോം ഓരോരോ യൂണിറ്റുകൾ അല്ലെങ്കിൽ ഓരോരോ റീജിയൻസ് അഡാപ്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ 4 സ്ട്രാറ്റജീസ് ആണ് ഉള്ളത്. അടുത്തത് നാഷണൽ ബിസിനസ് ആണ്. നാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ നേഷൻ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിലും റീജിയൻസിലും ബിസിനസ് ചെയ്യുന്നുണ്ടാവും. കുറച്ച് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം. ടാറ്റ മോട്ടോഴ്സ്, റിലയൻസ്, LIC, അമൂൽ, ബിഗ് ബസാർ, ഇവരൊക്കെ എങ്ങനെയാണ് ഇന്ത്യ മുഴുവൻ ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളാണ്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വൈഡ് മാർക്കറ്റ് കവറേജ് ഉണ്ട്. ഇവർക്ക് ഒരുപാട് മാർക്കറ്റ് ഏരിയ കവർ ചെയ്യാനായിട്ട് പറ്റും. വളരെ വലിയ സ്കെയിൽ ഓപ്പറേഷൻസ് ആയിരിക്കും അവർ കൊടുക്കുന്നത്. നാഷണൽ ലെവൽ ആയതുകൊണ്ട് തന്നെ അവരുടെ പ്രോഡക്ട്സ് ഒക്കെ ഹൈ ക്വാളിറ്റി, സ്റ്റാൻഡർഡൈസ്ഡ് ക്വാളിറ്റി ആൻഡ് സർവീസസ് ആയിരിക്കും. നല്ല ഒരു സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷനും ലോജിസ്റ്റിക്സും അവർക്ക് ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞാൽ എല്ലായിടത്തും അവർക്ക് ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ LIC പറഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് LIC ഓഫീസ് കാണാൻ പറ്റും. അപ്പൊ സ്ട്രോങ് ആയിട്ട് അവർക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി ക്യാപിറ്റൽ റിക്വയർമെന്റ് കൂടുതലായിരിക്കും. ഒരുപാട് സ്ഥലത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ജോലിക്കാരുണ്ടാവും, ഒരുപാട് പ്രൊഡക്റ്റിംഗ് മാർക്കറ്റിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് ക്യാപിറ്റലിന്റെ ആവശ്യം കൂടെ ഉണ്ടായിരിക്കും. പിന്നെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് പ്രൊഫഷണലി ആയിരിക്കും. ദാറ്റ് ഇസ് ദർ വിൽ ബി എ കോഡ് ഓഫ് കണ്ടക്ട് ഷുഡ് ബി ഫോളോഡ് ടു വാട്ട് ടു ഡു, ഹു ടു ഡു, എല്ലാ കാര്യങ്ങളും അതിനകത്ത് റിട്ടേൺ ആയിരിക്കും. സോ അതനുസരിച്ച് ചെയ്താൽ മതി. അത് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു സെറ്റപ്പ് അവർ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതനുസരിച്ച് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് പോകണം. അതല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു ലോക്കൽ ബിസിനസ് പറഞ്ഞ പോലെ നാളെ പൈസ കൊണ്ട് തരാം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും എവിടെ നടക്കില്ല. പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന നാഷണൽ ബിസിനസ്സുകളിൽ നടക്കില്ല. അതുപോലെ തന്നെ ബ്രാൻഡ് റെക്കഗ്നൈസേഷൻ ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞ എല്ലാ ബ്രാൻഡുകളും നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ബ്രാൻഡിനെ കുറിച്ച് അറിയാം. ബിക്കോസ് അവിടെ ഒരു ബ്രാൻഡ് റെക്കഗ്നൈസേഷൻ ഉണ്ട്. നമ്മളിപ്പോ ലോക്കലി പറയുന്നത്, എന്റെ വീടിന്റെ അടുത്തത് എന്താ പറയാ AR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചായക്കടി ഉണ്ട്. ആർക്കെങ്കിലും അറിയോ? ഇല്ല, എനിക്ക് മാത്രമേ അറിയുണ്ടാവുള്ളൂ. ലൈക്ക് ദാറ്റ് അവിടെ ഒരു ബ്രാൻഡ് റെക്കഗ്നൈസേഷൻ ലോക്കൽ ബിസിനസ്സിൽ ഉണ്ടാവില്ല, പക്ഷെ നാഷണൽ ബിസിനസ്സിൽ ഉണ്ടാവും. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഉണ്ടായിരിക്കും, പ്രോഫിറ്റ് കൂടുതലായിരിക്കും, റിസോഴ്സസ് ഒക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും, നല്ലൊരു ബ്രാൻഡ് ഇമേജ് ഉണ്ടായിരിക്കും, റിസ്ക് കുറയ്ക്കാനായിട്ട് പറ്റും, കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും. അടുത്തത് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ നാഷണൽ ബോർഡേഴ്സിനെ കടന്ന്, മീൻസ് നാഷണൽ ബോർഡേഴ്സിന് അപ്പുറം ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബൈയിങ്, സെല്ലിംഗ്, പ്രൊഡ്യൂസിങ്, ഇൻവെസ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന കുറച്ച് കമ്പനീസിന്റെ പേര് നമുക്ക് അവിടെ കാണാം. ആപ്പിൾ, സാംസങ്, ടൊയോട്ടോ, കൊക്കോകോള, ഇൻഫോസിസ്, ടാറ്റ. So they are doing business internationally, which means they are working beyond the borders of the nation. ഇനി അതിൽ വരുന്ന ഫീച്ചേഴ്സ് ആണ് ക്രോസ് ബോർഡർ ഓപ്പറേഷൻസ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു രാജ്യത്തല്ല, 2, 3, 4 രാജ്യങ്ങളായിരിക്കും അവർ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ടാവുക. വളരെ ലാർജ് സ്കെയിൽ ആയിരിക്കും. ഫോറിൻ എക്സ്ചേഞ്ച് യൂസ് ചെയ്യും, കാരണം പല രാജ്യമായിട്ടല്ലേ ബിസിനസ് ചെയ്യുന്നത്.
ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ റിസ്ക്കും കൂടുതലാണ്, അൺസർട്ടനിറ്റി ഉണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ നെക്സ്റ്റ് മൂവ്മെന്റ് എന്നുള്ളത് കുറച്ചും കൂടെ നാഷണൽ ബിസിനസ്സിൽ പ്രൊഡക്റ്റബിൾ ആണ്, ബട്ട് നോട്ട് ഇൻ ഇന്റർനാഷണൽ ബിസിനസ്. ബിക്കോസ് നമുക്കറിയില്ല ഏത് രാജ്യത്താണ് വാർ ഉണ്ടാവാൻ പോണത്, ഏത് രാജ്യത്താണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയാത്തതുകൊണ്ട് ദർ വിൽ ബി ഹൈ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. നമ്മളിപ്പോ കസ്റ്റമേഴ്സ് എടുക്കുകയാണ് അല്ലെങ്കിൽ എംപ്ലോയീസ് എടുക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തുള്ള എംപ്ലോയീസിനെയും കസ്റ്റമേഴ്സിനെ പോലെ ആയിരിക്കില്ല മറ്റുള്ള രാജ്യത്തിലെ ആൾക്കാർ. സോ ഒബിയസ്ലി അവിടെ എന്തുണ്ടായിരിക്കും, ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കും. ഗ്ലോബൽ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും, ബിക്കോസ് വി ആർ ഫേസിങ് എ ഗ്ലോബൽ മാർക്കറ്റ്, വി ഹാവ് ഗ്ലോബൽ കോമ്പറ്റീറ്റേഴ്സ്. സോ വാട്ട് വിൽ ഹാപ്പൻ, ഗ്ലോബൽ കോമ്പറ്റീഷൻ അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഗ്ലോബലി ബിസിനസ് ഇന്റർനാഷണലി ബിസിനസ് ചെയ്യുന്നുണ്ട്, മറ്റുള്ള രാജ്യങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അഡ്വാൻസ്ഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഒക്കെ നമ്മുടെ നേഷനിൽ പ്രവർത്തിക്കുന്ന കമ്പനീസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് സപ്ലൈ ചെയിൻ വിൽ ബി ലോങ്ങർ, ലൈക്ക് റോ മെറ്റീരിയൽ മുതൽ ലാസ്റ്റ് ആഫ്റ്റർ സെയിൽസ് വരെ വരുമ്പോൾ there will be so many intermediaries, so many hubs to be followed, because ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഒരുപാട് രാജ്യത്തേക്ക് അത് എത്തിക്കണം. അപ്പൊ സപ്ലൈ ചെയിൻ വിൽ ബി ലോങ്ങർ. നെക്സ്റ്റ് വരുന്നതാണ് ഗ്ലോബൽ ബിസിനസ്സസ്. ദേ ആർ ഓൾ ഓവർ ദ വേൾഡ്, ലൈക്ക് വേൾഡ് വൈഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന എല്ലാ ബിസിനസ്സും, അതായത് എല്ലാം അവരുടെ സിംഗിൾ മാർക്കറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. വിച്ച് മീൻസ് ദേ വിൽ ബി പ്രൊവൈഡിങ് ഗുഡ്സ് ഓർ മാനേജിങ് ഓപ്പറേഷൻസ് in many countries across the continent, and they will be providing almost same products to everyone. Like if ആപ്പിളിന്റെ ഐഫോൺ എടുക്കുകയാണെങ്കിൽ you can see Apple 17 means iPhone 17 എടുക്കുകയാണെങ്കിൽ that same phone is delivered to everyone over the nation, not over the nation, everyone over the world. So എല്ലാവർക്കും അത് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ബിസിനസ് ചെയ്യുന്നതാണ് ഗ്ലോബൽ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ ആർ സം എക്സാമ്പിൾസ് ലൈക്ക് ആമസോൺ, ഗൂഗിൾ, മെക്ഡൊണാൾഡ്സ്, മൈക്രോസോഫ്റ്റ്, ടൊയോട്ടോ. ദീസ് കമ്പനീസ് ആർ ഡൂയിങ് global business, which means they are operating worldwidely and they consider entire world as a single market. അപ്പൊ അങ്ങനെ ബിസിനസ് ചെയ്യുന്നതിനെയാണ് ഗ്ലോബൽ ബിസിനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് കമ്മിങ് ടു ദ ഫീച്ചേഴ്സ്, ഫസ്റ്റ് ഫീച്ചർ ഇസ് വേൾഡ് വൈഡ് ഓപ്പറേഷൻസ്, വിച്ച് മീൻസ് അവരൊരു കോണ്ടിനെന്റോ അതല്ലെങ്കിൽ ഒരു രാജ്യത്തോ മാത്രം ഒതുങ്ങി നിൽക്കാല്ല, ലോകമെമ്പാടും അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആർ പ്രൊവൈഡിങ് സിമിലർ ആൻഡ് സെയിം പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ടു എവ്രി വൺ സിമിലർലി. ഓക്കെ, സോ എല്ലാവർക്കും ഒരേപോലെയാണ് അവർ കൊടുക്കുന്നത്. ദെൻ സെൻട്രലൈസ്ഡ് കൺട്രോൾ. ഇപ്പോൾ നമ്മൾ ആമസോൺ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ സിൽവർ വാലി USA അവരുടെ സെൻട്രൽ കൺട്രോൾ വരുന്നത്. ആൻഡ് ദേ ആർ ഓപ്പറേറ്റിംഗ് ഫ്രം ദെയർ. സോ അവർ അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു, എല്ലാ ആക്ടിവിറ്റീസും മാനേജ് ചെയ്യുന്നു. ദെൻ ഹ്യൂജ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഒബ്വിയസ്ലി ആസ് ദേ ആർ പെർഫോമിംഗ് ഗ്ലോബൽ ലെവൽ ബിസിനസ് ദേ നീഡ് സോ മച്ച് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ അവർക്ക് ഒരുപാട് ക്യാപിറ്റൽ റിക്വയർമെന്റ് അവിടെ ഉണ്ടായിരിക്കും. ആൻഡ് ദേ വിൽ ബി യൂസിങ് അഡ്വാൻസ് ടെക്നോളജി ടു മീറ്റ് ദ കോമ്പറ്റീറ്റീവ്നെസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഹൈലി നമുക്കൊരു ലോക്കൽ ബിസിനസ്സിൽ തന്നെ ഒരു കുഞ്ഞു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ വി ക്യാൻ അസ്യൂം ദാറ്റ് ഇൻ ആ ഗ്ലോബൽ ബിസിനസ് വാട്ട് വിൽ ബി ദ സിറ്റുവേഷൻ. സോ കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് ആണ്, ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ഒക്കെ കൊടുത്ത് അവരെപ്പോഴും കസ്റ്റമേഴ്സിനെ കീപ്പ് അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആൻഡ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ, ദേ വിൽ ബി ഹാവിങ് എ ഗ്ലോബൽ സപ്ലൈ ചെയിൻ. ആൻഡ് എല്ലാം ഡയറക്റ്റ് ആണെന്നില്ല, ഇന്റർമീഡിയറീസ് വഴി അവർക്ക് സപ്ലൈ ചെയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് കൾച്ചറൽ അഡാപ്ഷൻ ഉണ്ടാവണം, ലൈക്ക് ഒരു കോമൺ കൾച്ചറൽ അഡാപ്ഷൻ, അതായത് ഇന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഇതുപോലെ, അല്ലാതെ കുറച്ച് പേര് അങ്ങനെ, ഇപ്പൊ ചൈനക്കാരോട് അങ്ങനെ, ഇന്ത്യക്കാരോട് അങ്ങനെ, അങ്ങനെയല്ല. ദർ ഷുഡ് ബി എ സ്റ്റാൻഡർഡൈസ് ഫോർമാറ്റ് വിച്ച് ഷുഡ് ബി ഡെൽറ്റ് ഇൻ എ ഓർഗനൈസേഷൻ. അങ്ങനെ ഒരു കൾച്ചറൽ അഡാപ്ഷൻ അവർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ ആകെ 2 പാർട്ടുള്ളൂ. ഫസ്റ്റ് പാർട്ടാണ് ഇപ്പൊ കഴിഞ്ഞത്, സെക്കൻഡ് പാർട്ടാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. സോ മാനേജ്മെന്റ് ഓറിയന്റേഷൻ ഓഫ് ഓവർസീസ് ബിസിനസ് അല്ലെങ്കിൽ EPRG ഫ്രെയിംവർക്ക് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിന്റെ, ഈ ഒരു ടോപ്പിക്കിന്റെ പേര്. ആൻഡ് ഇതിൽ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഹൗ എ കമ്പനി വ്യൂസ് ആൻഡ് മാനേജസ് ഇറ്റ്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ. ഒരു കമ്പനി എങ്ങനെയാണ് അവരുടെ ഇന്റർനാഷണൽ ഓപ്പറേഷൻസിനെ കാണുന്നതും മാനേജ് ചെയ്യുന്നതും എന്നുള്ളതാണ് ഈ ഓറിയന്റേഷൻസിൽ പറയുന്നത്. So there is 4 type of orientation: ethnocentric orientation, polycentric orientation, regiocentric orientation ആൻഡ് ജിയോസെൻട്രിക് ഓറിയന്റേഷൻ. ഇങ്ങനെ 4 ഓറിയന്റേഷൻസ് ആണുള്ളത്. എത്നോസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹോം കൺട്രി, അതായത് ഏത് രാജ്യമാണോ നമ്മളിപ്പോൾ എടുക്കുമ്പോൾ നമ്മുടെ ഹോം കൺട്രി ഇന്ത്യയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ പ്രാക്ടീസസ്, നമ്മുടെ പോളിസീസ്, നമ്മുടെ പ്രൊഡക്റ്റുകളെ
മോർ ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കി നമുക്കാണ് ഇവിടെ സുപ്യോറിറ്റി അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഒരു രീതിനെയാണ് എത്നോസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. സോ അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെ പോളിസീസും നമ്മുടെ പ്രാക്ടീസസും ഒക്കെയാണ് വലുത്. അപ്പൊ അവര് പുറത്തു പോയിട്ട് ബിസിനസ് ചെയ്താല് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണോ ഫോളോ ചെയ്തിരിക്കുന്നത് ആ സ്ട്രാറ്റജി തന്നെയാണ് ഫോറിൻ ബ്രാഞ്ചസിലും അവരെന്ത് ചെയ്യുന്നത്, പ്രാവർത്തികമാക്കുന്നത്. ആൻഡ് എല്ലാ കീ ഡിസിഷൻസും ഹെഡ് ക്വാർട്ടേഴ്സ് അതായത് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിൽ നിന്നായിരിക്കും ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് അവർ കൊടുക്കുന്നത്. സോ എത്നോസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അടുത്തത് പോളിസെൻട്രിക് ഓറിയന്റേഷൻ ആണ്. പോളിസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈച്ച് ഹോസ്റ്റ് കൺട്രി ഈസ് യൂണിക്. ഇവിടെ ഓരോ രാജ്യത്തിനും സെപ്പറേറ്റ് ആയിട്ട് യുണീക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് സബ്സിഡറീസ് ആർ അലൗഡ് ടു മേക്ക് ദെയർ ഓൺ ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ദ ലോക്കൽ കൾച്ചർ, വിച്ച് മീൻസ് ഇഫ് എ കമ്പനി ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ, പാകിസ്ഥാൻ, ദുബായ്, UK ലൈക്ക് ദാറ്റ് 4 രാജ്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്നോസെൻട്രിക് ആണെങ്കിൽ ഇന്ത്യയിൽ എന്താണോ ഫോളോ ചെയ്യുന്നത് അതായിരിക്കും ഈ 4 രാജ്യങ്ങളിലും ഫോളോ ചെയ്യുന്നത്. പോളിസെൻട്രിക് ആണെങ്കിൽ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് ഇന്ത്യയിലത്തെ പോലെ, പാകിസ്ഥാനിൽ ഫോളോ ചെയ്യുന്നത് അവിടുത്തെ രീതി അനുസരിച്ച്, UK ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ സ്ട്രാറ്റജീസ് ഒക്കെ UK രീതി അനുസരിച്ചായിരിക്കും. അങ്ങനെയുള്ള അപ്രോച്ചിനെയാണ് എന്ത് പറയുന്നത്, പോളിസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അവരുടെ മാനേജ്മെന്റ് ഓരോ രാജ്യത്തെ രീതികൾ അഡോപ്റ്റ് ചെയ്തിട്ടായിരിക്കും ബിസിനസ് ചെയ്യുന്നുണ്ടാവുക. And next one is regiocentric orientation. റീജിയോസെൻട്രിക് ഓറിയന്റേഷനിൽ രാജ്യങ്ങളെ ഓരോ റീജിയൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ആ റീജിയൻസ് ആയിട്ട് തിരിക്കുന്നത് അവരുടെ സിമിലാരിറ്റി കൊണ്ടായിരിക്കും. ആൻഡ് ഓരോ രാജ്യത്തിന്റെയും അല്ലെങ്കിൽ ഓരോ റീജിയണിനും, രാജ്യമല്ല ഓരോ റീജിയൻ ആണ്, ഓരോ റീജിയണിനും ഓരോ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് വിൽ ബി ഡിസൈഡിങ് വാട്ട് ഷുഡ് ബി ഡൺ ഓൺ പെർട്ടിക്കുലർ നേഷൻ അക്കോർഡിംഗ് ടു ദ റീജിയൻസ്. ഓക്കെ, ഇപ്പൊ യൂറോപ്പ്, ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, അമേരിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അങ്ങനെ നമ്മൾ ഇപ്പൊ കോണ്ടിനെന്റിന്റെ ബേസിസിൽ അല്ലെങ്കിൽ ജോഗ്രഫിക്കലി റീജിയൻ ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ട് ദർ വിൽ ബി എ യൂറോപ്യൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ കമ്പനി ആൻഡ് ദേ വിൽ ഡിസൈഡ് അക്കോർഡിംഗ് ടു ദ സ്ട്രാറ്റജി മീൻസ് സിറ്റുവേഷൻ ഓഫ് ദ യൂറോപ്യൻ നേഷൻസ്. അപ്പൊ അതനുസരിച്ച് അവർ ചെയ്ത് അവരങ്ങനെ ചെയ്ത് പൊക്കോളും. ഏഷ്യ ആണെങ്കിൽ ഏഷ്യയിൽ എല്ലായിടത്തും കോമൺ ആയിട്ട്. സോ റീജിയൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ആൻഡ് ദർ വിൽ ബി എ റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് ദ റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഡിസൈഡ്സ് വാട്ട് ഷുഡ് ബി ഡൺ ഫോർ എ പർട്ടിക്കുലർ റീജിയൻ. അതാണ് റീജിയോസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് ജിയോസെൻട്രിക് ഓറിയന്റേഷൻ ആണ്. ജിയോസെൻട്രിക് ഓറിയന്റേഷനിൽ കമ്പനി വേൾഡിനെ സിംഗിൾ മാർക്കറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓൾ വേൾഡ് ഇസ് ലൈക്ക് സംതിങ് സിമിലർ ആൻഡ് ഇറ്റ് ഈസ് സിംഗിൾ മാർക്കറ്റ്, വിച്ച് മീൻസ് എല്ലാം ഒന്നായിട്ട് കാണുന്ന, എല്ലാം ഒരുപോലെ ആയിട്ട് കാണുന്ന ഒരു ഓറിയന്റേഷൻ ആണ് ജിയോസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഏത് രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് ആണോ അതൊക്കെ അവർ അഡോപ്റ്റ് ചെയ്യുന്നു. ലൈക്ക് ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം വേണമെന്നില്ല, ദുബായിൽ ഒരു നല്ല കാര്യം ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്പനി എന്ത് ചെയ്യും, അത് അഡോപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ യൂറോപ്യൻസ് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിന് നല്ല ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ അത് അഡോപ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതാണ് ജിയോസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. And here come the reasons for internationalization. What are the reasons for internationalization? എന്തിനാണ് കമ്പനീസ് ഒക്കെ ഇന്റർനാഷണലി ബിസിനസ് ചെയ്യുന്നത്? ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് സെയിൽസ് കൂട്ടാൻ, പ്രോഫിറ്റ് കൂട്ടാൻ, മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ, റിസ്കിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക. ലൈക്ക് ഒരു ബിസിനസ് നമ്മൾ ഇന്ത്യയിൽ മാത്രം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ബിസിനസ്സിനെ അത് ഡള്ളായിട്ട് മാറ്റും. അതേസമയം നമ്മൾ ഇന്ത്യയിൽ UAE ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലും UK ജർമ്മനിയിലും ഉണ്ടെങ്കിൽ ആ രാജ്യം ഇവിടെ പ്രോഫിറ്റ് ഇല്ലെങ്കിലും അവിടെയും മറ്റുള്ള രാജ്യങ്ങളിൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ റിസോഴ്സസ് അവൈലബിലിറ്റി ഉണ്ട്. ലൈക്ക് ചില മെറ്റീരിയൽസ് ചില രാജ്യങ്ങളിൽ കുറവായിരിക്കും, ചില രാജ്യങ്ങളിൽ കൂടുതലായിരിക്കും. അപ്പൊ അതനുസരിച്ച് വിലയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ലൈക്ക് ദാറ്റ് റിസോഴ്സസിന്റെ അവൈലബിലിറ്റി നമ്മുടെ ഒരു ഇന്റർനാഷണലൈസേഷനിലേക്ക് ബിസിനസ് പോകാനുള്ള ഒരു കാരണമാണ്. ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ, ലൈക്ക് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ വിൽ ബി കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. യു നോ വാട്ട് ഇസ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, റൈറ്റ്? ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകൂടെ ഗ്ലോബൽ ഡിമാൻഡ്, ഗ്ലോബൽ മാർക്കറ്റ് ആണ് നമ്മൾ കോൺകർ ചെയ്യാൻ പോകുന്നത്. സോ വി വിൽ ബി ഹാവിംഗ് സോ മെനി ഓപ്പർച്യൂണിറ്റീസ് ടു പ്രൊഡ്യൂസ് തിങ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് അമംഗ് ദ കൺസ്യൂമേഴ്സ് ഓവർ ഓൾ ദ വേൾഡ്. സോ ലോകം മുഴുവനുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് കാണാനും അവർക്ക് ബിസിനസ് ചെയ്യാൻ, മീൻസ് അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. ആൻഡ് വി ക്യാൻ ക്രിയേറ്റ് എ ഗ്ലോബൽ ഡിമാൻഡ് ടു.
നെക്സ്റ്റ് വൺ ഇസ് ഗവൺമെന്റ് ഇൻസെന്റീവ്സ്. ഗവൺമെന്റ്സ്, അതായത് നമ്മുടെ രാജ്യം മാത്രമാവില്ല, നമ്മൾ എവിടെയാണോ ബിസിനസ് ചെയ്യുന്നത് അവിടുത്തെ ഗവൺമെന്റ്സ് ഒക്കെ നമുക്ക് ഒരുപാട് ഇൻസെന്റീവ്സ് തരും. ലൈക്ക് ഇഫ് യു ആർ ഫംഗ്ഷനിങ് ഇൻ ആ നേഷൻ, ലൈക്ക് ഇഫ് നമ്മുടെ രാജ്യത്തേക്ക് ഒരു ബിസിനസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു FDI വരികയാണെങ്കിൽ വിൽ ബി ഗിവിംഗ് ടാക്സ് ബെനിഫിറ്റ് ഫോർ ദ കമ്പനി. സോ ലൈക്ക് ദാറ്റ് എല്ലാ രാജ്യങ്ങളും എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ടെക്നോളജി കുറവാണ്, ബട്ട് വി ആർ ഓപ്പറേറ്റിംഗ് ഇൻ ജപ്പാൻ ടു. സോ ജപ്പാൻ ഇസ് വെരി അഡ്വാൻസ്ഡ് ഇൻ കേസ് ഓഫ് ടെക്നോളജി. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, ടെക്നോളജി അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാം. ലൈക്ക് ദാറ്റ് ടെക്നോളജിക്കൽ ചേഞ്ചസും മീൻസ് ടെക്നോളജിക്കൽ എക്സ്ചേഞ്ചും എക്സ്പെർട്ടൈസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ബ്രാൻഡ് ഇമേജിനെ സ്ട്രെങ്തൻ ചെയ്യാം. ലൈക്ക് ഹിയർ ലൈക്ക് ആമസോൺ, ഗൂഗിൾ, ഇറ്റ് ഹാസ് എൻ ഇമേജ് റൈറ്റ്. അപ്പൊ അങ്ങനെ ഒരു ഗ്ലോബൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ കാരണം എന്താ, അവർ ഇന്റർനാഷണലി ബിസിനസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി പാർട്ടിസിപ്പേഷൻ ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ് would be a prerequisite for qualifying as a global leader. So to become a global leader, what should be done? മാർക്കറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യണം, വിച്ച് മീൻസ് നമ്മൾ മൾട്ടിപ്പിൾ നേഷനിൽ ബിസിനസ് ചെയ്യുന്നു. വിൽ ബി പ്രൊവൈഡിങ് സോ മെനി തിങ്സ്, സോ മെനി പ്രോഡക്ട്സ് ടു കൺട്രി, ആൻഡ് വി വിൽ ബി പ്രൊവൈഡിങ് സ്പെസിഫിക് പ്രോഡക്ട്സ് ടു സ്പെസിഫിക് നേഷൻസ്. ലൈക്ക് എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല, പലർക്കും പല രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കാം. ഡൈവേഴ്സിഫൈ ചെയ്യാം. ഏതാണോ രാജ്യം ആ രാജ്യത്തിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എത്തിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ഷോർട്ട് ടേം ലോങ് ടേം സെക്യൂരിറ്റി ആണ്, വിച്ച് മീൻ നമുക്ക് ഷോർട്ട് ടേം ആണെങ്കിൽ മൾട്ടിപ്പിൾ മാർക്കറ്റ്സിലേക്ക് സ്റ്റഡി ആയിട്ട് സെയിൽസ് കൊടുക്കാനും സ്റ്റേബിൾ റവന്യൂ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ലോങ് ടേം വ്യൂ എന്താണ്, നമുക്ക് വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഒരു ഗ്ലോബൽ പ്രസൻസ് നേടിയെടുക്കാനും സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കാനും, ലൈക്ക് നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഒരു സസ്റ്റൈനബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഗ്ലോബൽ മാർക്കറ്റ് വി ക്യാൻ ക്രിയേറ്റ് എ സസ്റ്റൈനബിലിറ്റി ഇൻ കേസ് ഓഫ് ലോങ് റൺ. അടുത്തത് എക്സ്ക്ലൂസിവിറ്റി ആൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. നമ്മളുടെ കമ്പനി ഇന്റർനാഷണലി പ്രസന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട്, ലൈക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കാത്ത കോൺട്രാക്ട് നാഷണലി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് കൊടുക്കുന്നേക്കാൾ കൂടുതൽ ഇന്റർനാഷണലി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ പേറ്റന്റ് ടെക്നോളജി, സുപ്പീരിയർ ഗ്ലോബൽ ബ്രാൻഡ് ഇമേജ്, ഇതൊക്കെ നമുക്ക് എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ആവും വെൻ വി ആർ ഓപ്പറേറ്റിംഗ് ഇന്റർനാഷണലി, ആൻഡ് ദർ വിൽ ബി എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഇനി എക്സ്റ്റെൻഡിങ് ദ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. എവറി പ്രോഡക്റ്റ് ഹാസ് എ ലൈഫ് സൈക്കിൾ. ലൈക്ക് ഇൻട്രഡക്ഷൻ ഉണ്ടായിരിക്കും, ഗ്രോത്ത് ഉണ്ടായിരിക്കും, മെച്യൂരിറ്റി ഉണ്ടായിരിക്കും, ഡിക്ലൈൻ ഉണ്ടായിരിക്കും. ലോക്കൽ ബിസിനസ്സിൽ അത് കുറച്ച് വേഗതയിലാണെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ്സിൽ അത് സ്ലോ ആയിരിക്കും. സോ ഇഫ് യു ആർ ഇൻ എ ഗ്രോത്ത് സ്റ്റേജ്, ദാറ്റ് ഗ്രോത്ത് സ്റ്റേജ് വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് ടൈം. ദെൻ ഇറ്റ് റീച്ച് എ മെച്യൂരിറ്റി, ആൻഡ് ദാറ്റ് മെച്യൂരിറ്റി ഓൾസോ കണ്ടിന്യൂ ഫോർ എ ലോങ് ടേം. സോ അവർക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് കുറച്ച് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആക്സസ് ടു ഇൻസെന്റീവ്സ് ആണ്. Many governments will be providing tax reduction, subsidies, special economic zone, low cost labor, like that. ഇങ്ങനെ ഒരുപാട് ഇൻസെന്റീവ്സ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഇഫ് യു ആർ ഫംഗ്ഷനിങ് ഇന്റർനാഷണലി. ആൻഡ് ലാർജ് കസ്റ്റമർ ബേസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഗ്ലോബലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആണെങ്കിൽ അവർക്ക് ലോകമെമ്പാടും കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ ബ്രാൻഡിന് ഒരു റെക്കഗ്നൈസേഷൻ ഉണ്ടായിരിക്കും. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക്, മീൻസ് ഇന്നോവേഷൻ ബിസിനസ്സിലും ഇന്നോവേഷൻ ഫംഗ്ഷൻസിലൊക്കെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നു. എക്കണോമിക്സ് ഓഫ് സ്കെയിലിനെ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഗ്ലോബൽ ടാലന്റിനെ, നമ്മളുടെ ഒരു ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിൾ ഇസ് ഹയറിംഗ് ഫ്രം ഓവറോൾ ദ വേൾഡ്, ആൻഡ് ബെസ്റ്റ് ടാലന്റഡ് പേഴ്സൺസ് ആർ ഹയർഡ്. ലൈക്ക് അത്രയും ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരെ അവർക്ക് ഹയർ ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്, അവർ അത്രയും വലിയ ഗ്ലോബൽ കമ്പനി ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിരിക്കും. ഗ്ലോബലി ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി കമ്പനീസ് ഹൈലി ടെക്നോളജിക്കൽ ആയിരിക്കും. ആൻഡ് സ്ട്രെങ്തനിങ് സപ്ലൈ ചെയിൻ എഫിഷ്യൻസി, സപ്ലൈ ചെയിൻ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനും ഇന്റർനാഷണലി പെർഫോം ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റജിക് അലയൻസസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, രണ്ട് കമ്പനി ഒരുമിച്ച് കൂടി ബിസിനസ് ചെയ്യുന്ന കേസസ് ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും ഇഫ് വി ആർ ഓപ്പറേറ്റിംഗ് ഇന്റർനാഷണലി. അതർവൈസ് നമുക്കത് എളുപ്പത്തിൽ കിട്ടണമെന്നില്ല. ഗ്ലോബൽ കൺസ്യൂമേഴ്സിന് ഉണ്ടാവും നമുക്ക്. അപ്പൊ ഈ ഗ്ലോബൽ കൺസ്യൂമേഴ്സിന് കാര്യങ്ങൾ അറിയാനും അവർക്ക് എന്താണ് പ്രിഫറൻസ് എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രോഡക്റ്റ് ഡിസൈഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ കുറച്ച് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. നമുക്ക് ഇന്റർനാഷണലി ബിസിനസ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇത് ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ സോവറിൻ പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ്, ലൈക്ക് സം നേഷൻ വിൽ ബി ഹാവിംഗ് എ പൊളിറ്റിക്കൽ ഇഷ്യൂ ടു ഡു ബിസിനസ് വിത്ത് അതർ നേഷൻസ്. ഇപ്പോൾ ഒരു യുദ്ധം വരുവാണെങ്കിൽ ഇന്ത്യ വിൽ നോട്ട് ബി ഡൂയിങ് ബിസിനസ് വിത്ത് പാകിസ്ഥാൻ ഓർ ബംഗ്ലാദേശ്, ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ബിസിനസ് അവരുമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, നമുക്ക് ലോസ് ആവും, നമുക്ക് അവിടെ ബിസിനസ് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാതെ വരും. പിന്നെയുള്ളത് ലീഗൽ സിസ്റ്റം ആണ്. എവറി നേഷൻ വിൽ നോട്ട് ബി അലോവിങ് അവർ നേഷൻ ഓർ അവർ കമ്പനി ടു പെർഫോം ആ ബിസിനസ് ഓവർ ദിയർ കൺട്രി. അപ്പൊ അങ്ങനെ വരുമ്പോഴും ബിസിനസ് ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് ഡിഫറെന്റ് മോണിറ്ററി സിസ്റ്റം, ലൈക്ക് മണി എക്സ്ചേഞ്ച് ഡിഫറെന്റ് അല്ലേ. ഇന്ത്യൻ മണി
നോട്ട് അക്സെപ്റ്റബിൾ, ലൈക്ക് നോട്ട് അക്സെപ്റ്റബിൾ എന്നല്ല, നമ്മുടെ പൈസ എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ചിൽ കൺസിഡറിങ് ഡോളർ, ഇറ്റ് വിൽ ബി ലൈക്ക് ഫോർ $1 വി നീഡ് ടു ഗീവ് 80 or 90 rupees. സോ അവിടെ ഒരു മണി മിസ് മാച്ച് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു അസസ്മെന്റും, ഇപ്പൊ ഡോളറിന്റെ ഇപ്പൊ 90 rupees എന്നാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, നമ്മളിപ്പോ എക്സ്പോർട്ടാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് 1 rupee, so $1 for 90 rupees. ആൻഡ് പെട്ടെന്ന് അവിടെ പൈസയുടെ മൂല്യം ഇടിയുമ്പോൾ നമുക്ക് ഒരു ഡോളറിന് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 100 രൂപയായിട്ട് മാറും. പൈസയുടെ മൂല്യം കൂടി, അപ്പൊ നമുക്ക് ഒരു ഡോളറിന് പൈസയുടെ മൂല്യം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനിമയ നിരക്കിൽ വ്യത്യാസം വരുമല്ലോ. അപ്പൊ പൈസയുടെ മൂല്യം കൂടുമ്പോൾ ഒരു ഡോളറിന് ചിലപ്പോൾ 70 രൂപയായി, അപ്പൊ നമുക്ക് 70 കിട്ടുള്ളൂ. സോ അങ്ങനെ ഒരു എക്സ്ചേഞ്ച് വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ടു മാനേജ് ഇറ്റ്. ആൻഡ് ദെൻ മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രൈസ് ആണ്, അല്ലെങ്കിൽ മെയിൻ മണി, മെറ്റീരിയൽ, മെഷീനറി എന്ന് പറയാം. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും. പിന്നെ മാർക്കറ്റ് ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് പ്രൊസീജിയേഴ്സും ഡോക്യുമെന്റ്സ് ഒക്കെ ഈ ഇന്റർനാഷണൽ ബിസിനസ്സിന് ആവശ്യമായിട്ട് വരും. ഇതൊക്കെ ഇതിന്റെ റെസ്ട്രിക്ഷൻസ് ആണ്. ലൈക്ക് ദിസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. കുഞ്ഞൊരു ചാപ്റ്റർ ആണ്, മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്, ഇവല്യൂഷൻ ഓഫ് ബിസിനസ് ആണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഓറിയന്റേഷൻസ് ആണ്. നാലെണ്ണം ഉണ്ട്: എത്തനോസെൻട്രിക്, പോളിസെൻട്രിക്, റീജിയോസെൻട്രിക് ആൻഡ് ജിയോസെൻട്രിക്. ഇത്രയാണ് നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളത്. ഈ രണ്ട് പാർട്ട് പഠിച്ചതിന് ശേഷം റീസൺസും കൂടെ പഠിക്കുക. കുഞ്ഞൊരു ചാപ്റ്റർ ആണ്. താങ്ക് യു.